ഹലോ എവ്രി വൺ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ വളരെ രുചികരമായ വിഭവങ്ങളിൽ ഒന്നായ മത്തങ്ങ എരിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വൻപയർ ഓവർനൈറ്റ് കുതിർത്ത് ആണ് എടുത്തിട്ടുള്ളത്. ഇൻ കേസ് കുതിർക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അരമണിക്കൂർ ചൂടുവെള്ളത്തിലെങ്കിലും ഇട്ട് വയ്ക്കാൻ ശ്രമിക്കുക. ഇനി അതും അല്ലെങ്കിൽ നമ്മളിത് വേവിക്കാൻ സമയത്ത് കുക്കറിലൊരു 3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം ഞാൻ എടുക്കുന്നത് 300 ഗ്രാം മത്തങ്ങയാണ്. മത്തങ്ങ ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. കുറച്ചും കൂടി വലുതായിട്ട് അരിയുകയാണെങ്കിൽ നമ്മൾ അവസാനം കറിയിൽ മത്തങ്ങ ഇങ്ങനെ വലിയ കുറച്ച് കഷ്ണങ്ങളായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലർക്കത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും ഏകദേശം 1-1.5 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി വിസിൽ വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, 1-2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് അരിഞ്ഞു പോണ്ട, ഈ ഒരു പരുവത്തിൽ മതിയാവും. ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ തുറക്കുന്നില്ല, പ്രഷറൊക്കെ തനിയെ പോയിട്ട് വേണം തുറക്കാനായിട്ട്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മത്തങ്ങയും വൻപയറും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നുള്ളി നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വേവ് മനസ്സിലാകും. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് അതിലോട്ട് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടായി ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഇതിന് വേണ്ട ഒരു വറവൽ തയ്യാറാക്കേണ്ടതുണ്ട്. ഇതാണ് എനിക്ക് ഈ ഒരു എരിശ്ശേരിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇതാണ് അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറ്റുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ നോക്കുക, വേറെ ഒരു എണ്ണയ്ക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1/2 കപ്പ് തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്യാം. തേങ്ങ ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം എണ്ണ നല്ല ചൂടായിട്ടായിരിക്കും ഇരിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഈ തേങ്ങ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഏകദേശം 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ വറവൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടോടുകൂടി തന്നെ എരിശ്ശേരിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എരിശ്ശേരിയിലെ ആ ഒരു അരപ്പെല്ലാം നന്നായിട്ട് ചൂടായി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് വറവൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രമാത്രം രുചികരമായിരിക്കുമെന്ന്. ഇത് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ട്രൈ ചെയ്തിട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൂടെ എന്നെ എന്ത് വേണേലും പറഞ്ഞു, കാരണം അത്രയും കോൺഫിഡൻ്റ് ആയ റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. ഈ അവസാനത്തെ വറവലാണ് എനിക്കിതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതാണ് ഇതിന് ഇത്രയും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ സീ യു ദെൻ, ബൈ.